നമസ്കാരം. ഇരുചക്ര വാഹന രംഗത്തിന്റെ വളർച്ചയ്ക്കായി നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവരാണ് ബജാജ് ഓട്ടോ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബജാജിലാണ്. കാരണം ബജാജിൽ നിന്ന് ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് പിറവിയെടുക്കാൻ പോവുകയാണ്. പൾസർ NS 400Z ബൈക്കിന്റെ ലോഞ്ച് വേളയിൽ ബജാജ് തങ്ങളുടെ CNG ബൈക്കിന്റെ ലോഞ്ച് തീയതി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ബജാജിന്റെ കന്നി CNG ബൈക്കിന്റെ വരവും അല്പം വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാം. പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നതിനാൽ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ CNG വാഹനങ്ങൾക്ക് നല്ല ഡിമാൻഡാണുള്ളത്. ബജാജിൻ്റെ വരാൻ പോകുന്ന CNG ബൈക്കിന് ഇതുവരെ പേരിട്ടിട്ട് പോലുമില്ല. ഇതായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ മോഡൽ CNG ബൈക്ക്. ബജാജ് CNG ബൈക്ക് ഈ മാസം 18-ന് വിപണിയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ലോഞ്ച് ഒരു മാസം വൈകും എന്നാണ് ഏറ്റവും പുതിയ വിവരം. ബജാജ് CNG ബൈക്കിൻ്റെ ലോഞ്ച് 2024 ജൂലൈ 17-ന് നടന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബജാജ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാകേഷ് ശർമ്മ അടുത്തിടെ ഒരു മാധ്യമത്തോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോഞ്ച് വൈകിയതിന് പിന്നിലെ കൃത്യമായ കാരണം അജ്ഞാതമാണെങ്കിലും ബജാജ് CNG ബൈക്ക് മൂടുപടം അഴിക്കുന്നത് കാണാൻ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്തായാലും. ബജാജിൻ്റെ കന്നി CNG ബൈക്ക് ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണോട്ടം നടത്തുന്നത് നിരവധി തവണ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിരുന്നു. കമ്മ്യൂട്ടർ ബൈക്ക് വിഭാഗത്തെയാണ് ഇത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറവാണ് എന്നത് തന്നെയാണ് ഈ ബൈക്കിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം. ചോർന്ന ഡിസൈൻ, ബ്ലൂ പ്രിന്റ്, CNG സിലിണ്ടറിൻ്റെ മികച്ച പ്ലേസ്മെൻറ്റ് എടുത്തു കാണിക്കുന്നുണ്ട്. CNGയിൽ മാത്രം പ്രവർത്തിക്കുന്ന 2 വീലറായി ഇത് വികസിപ്പിക്കാമായിരുന്നുവെങ്കിലും ബജാജ് ഇതിൽ ബൈഫ്യൂവൽ സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. കാറുകളിൽ കാണുന്ന ബൈഫ്യൂവൽ പെട്രോൾ പ്ലസ് CNG ഓപ്ഷനോട് ഇതിന് സമാനതകളുണ്ട്. CNG ടാങ്കിനൊപ്പം പെട്രോൾ ടാങ്കും ഘടിപ്പിച്ചതിനാൽ തന്നെ ഇന്ധനം തീർന്ന് നടുറോഡിൽ കുടുങ്ങിപ്പോകുമോ എന്ന ആശങ്കയും വേണ്ട. ലളിതമായ ഒരു വാൽവ് സംവിധാനം ഉപയോഗിച്ച ഉപയോക്താക്കൾക്ക് ഒരു ഇന്ധനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ മാറാനും സാധിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ CNG ഇന്ധന സ്റ്റേഷനുകൾ താരതമ്യേന കുറവായതിനാൽ തന്നെ അവിടങ്ങളിലെല്ലാം വലിയ ഉപകാരമായിരിക്കും ഇത്. മാത്രമല്ല CNG മോഡിൽ പൊതുവെ പവർ ഔട്ട്പുട്ട് കുറവായിരിക്കും. കൂടുതൽ പവറും ടോർക്കും ആവശ്യമുള്ള പരുക്കൻ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിലും പെട്രോൾ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ആദ്യ CNG ബൈക്കിൽ 125 cc എഞ്ചിൻ സജ്ജീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും എഞ്ചിൻ സവിശേഷതകൾ ഇതുവരെ ബജാജ് ഔദ്യോഗികമായി ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഈ വരാനിരിക്കുന്ന മോട്ടോർ സൈക്കിൾ 5 സ്പീഡ് ഗിയർ ബോക്സുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബജാജ് CNG ബൈക്ക് 2 വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നഗരപ്രദേശങ്ങൾക്കും മറ്റൊന്ന് ഗ്രാമപ്രദേശങ്ങൾക്കുമായിട്ടായിരിക്കും. സം ഗാർഡ്, നക്കൽ ഗാർഡ്, ഹാൻഡിൽ ബാർ ബ്രേസ് എന്നിവ പോലുള്ള സംരക്ഷണ ഘടകങ്ങൾ ഗ്രാമീണ മേഖലകളിലെ ഹെവി ഡ്യൂട്ടി ജോലികൾ മുൻനിർത്തിയാണ് ഉണ്ടാക്കുന്നത്. അർബൻ കസ്റ്റമേഴ്സിനെ ലക്ഷ്യമിട്ടുള്ള വേരിയൻറ്റ് ആഡ് ഓണുകളൊന്നുമില്ലാതെ പരമ്പരാഗത ലുക്കിലായിരിക്കും വരുന്നത്. അടുത്ത മാസം പുറത്തിറങ്ങുന്ന ആദ്യ മോഡലടക്കം മൊത്തം 5 മുതൽ 6 വരെ CNG ബൈക്കുകൾ പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. തുടക്കത്തിൽ പ്രതിമാസം 20,000 CNG ബൈക്കുകൾ വിൽക്കാനാണ് ബജാജ് ലക്ഷ്യമിടുന്നത്. വിപണിയിൽ നിന്നുള്ള ഡിമാൻഡും കസ്റ്റമർമാരുടെ പ്രതികരണവും എല്ലാം അനുസരിച്ചായിരിക്കും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ. ബജാജിൻ്റെ ആദ്യത്തെ CNG ബൈക്ക് താങ്ങാനാവുന്ന വിലയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാരംഭ വിലയായി ഒരുപക്ഷെ 80,000 രൂപ നിശ്ചയിച്ചാലും അത്ഭുതപ്പെടാനില്ല. സമീപകാല ലോഞ്ചുകളിലെല്ലാം തന്നെ കമ്പനി വലിയ രീതിയിലുള്ള വില നൽകി ആളുകളെ പേടിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനവും സാധാരണക്കാരുടെ പോക്കറ്റ് കീറില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.